ചെയ്തെടുക്കാം കേട്ടാ. ഇനി നമ്മൾ ഞണ്ടിനെ റോസ്റ്റ് ചെയ്യല്ലേ, അതിന് വേണ്ടിയിട്ട് ഉരുളിലോട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഒരു 12 സവാള ആട്ടാ, കാരണം കുറച്ച് നീളത്തിലരിഞ്ഞത്, കളറൊക്കെ കണ്ടില്ലേ, ഇതേപോലെ അങ്ങ് വഴറ്റിയെടുക്കണം. പിന്നെ ഒരു കപ്പ് ചെറിയ ഉള്ളി ചതച്ചെടുത്തതും ഒരു 3 ടേബിൾ സ്പൂണാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചോടെ ചേർത്തിട്ട് പിന്നെ അങ്ങ് വഴറ്റി കൊടുക്കുക. ഇനി 2 തക്കാളിയായിട്ട് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ പുറകെ തന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അങ്ങ് വഴറ്റി കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമുളകൊക്കെ അങ്ങോട്ട് മാറി കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ ഈ ഒരു ഞണ്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനുണ്ടല്ലോ ആദ്യം അതിൻ്റെ ആ ഒരു ദശമുള്ള ഭാഗമാണ് ചേർത്ത് കൊടുത്തിരിക്കണേ. പൊന്ന് കണ്ടില്ലേ, നല്ലോണം പൊന്നുണ്ടായിരുന്നിട്ട് ഈ ഞണ്ടിൻ്റെ ഉള്ളിൽ. നമ്മളുടെ ഈ ഒരു മസാല ഇട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തതിൻ്റെ പുറകെ ഞണ്ടിൻ്റെ കാലൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1.5 കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണ്ടിട്ടാ. പിന്നെ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യമുള്ള കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ ഒരു തക്കാളി ഇതേപോലെ ഇങ്ങനെ വട്ടത്തിലായിരുന്നിട്ട് അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ ഇതിനങ്ങോട്ട് അടച്ചു വെക്കുക. ജസ്റ്റ് ഇതൊന്നും അങ്ങോട്ട് തിളച്ച് വരുന്ന സമയത്ത് വേണം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിനങ്ങോട്ട് മൂടിയിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഞണ്ടൊക്കെ നല്ലോണം അങ്ങോട്ട് വെന്ത് കഴിയുമ്പോണ്ടല്ലോ കുറച്ച് ഗരം മസാലപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് തേങ്ങയുടെ